പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും ചൊരിയപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വലിയ പ്രതിസന്ധിയിലൂടെ ലോകം മുഴുവനും കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യർ ഭയത്തിൻ്റെ നിഴലിലാണ്. ദുഃഖിച്ചും വിലപിച്ചും പലരുടെയും നാളുകൾ കടന്നു പോവുകയാണ്. എന്നാൽ കർത്താവായ യേശു മിശിഹ കൽപ്പിക്കുന്നു, നിന്നെ ആശ്വസിപ്പിക്കുന്നവനാണ് ഞാൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നാണ് കർത്താവായ മിശിഹ തമ്പുരാൻ ജീവനുള്ള തിരുവായി കൊണ്ട് അരുളി ചെയ്തിരിക്കുന്നത്. ഇന്ന് നമുക്ക് ചിന്തിക്കാം, സാധാരണ മനുഷ്യരെല്ലാം ദുഃഖത്തിൻ്റെ, വിലാപത്തിൻ്റെ, ആകുലതയുടെ, ഉത്കണ്ഠയുടെ പിടിയിലാണ്. അങ്ങനെ ആയിരുന്നിട്ട് എന്ത് പ്രയോജനം? ഉത്കണ്ഠപ്പെട്ടും വിചാരപ്പെട്ടും കഴിയാൻ, അല്ലെങ്കിൽ ഉത്കണ്ഠപ്പെടാതെയും വിചാരപ്പെടാതെ ഇരിക്കാൻ മനുഷ്യൻ സാധിക്കുമോ? ഒരിക്കലും സാധ്യമല്ല. മനുഷ്യ ജീവിതമാണെങ്കിൽ ജീവിതത്തിൽ ഉത്കണ്ഠയുണ്ടാകും, ഭയപ്പെടലുണ്ടാകും, ആകുലതയുണ്ടാകും. അതുണ്ടാകണം. ഇപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന കുട്ടി പരീക്ഷ അടുത്തു വന്നു, പരീക്ഷയ്ക്ക് തന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നാൽ ആ പരീക്ഷയിൽ അവന് വിജയം ലഭ്യമാകണമെന്നില്ല. ജീവിതത്തിൻ്റെ വഴിത്താരകളെ ഭംഗിയായി ക്രമീകരിക്കുന്നതിന് അതിനെക്കുറിച്ചുള്ളൊരു ചിന്തയും ഒരു വിചാരപ്പെടലും നമുക്ക് അനിവാര്യമാണ്. അത് ആവശ്യത്തിന്. എന്നാൽ ആവശ്യത്തിനേക്കാൾ അധികമായിട്ടുള്ള വിചാരപ്പെടലും ഉത്കണ്ഠയും ഭയപ്പെടലുമൊക്കെ ജീവിതത്തെ ആകെ താളം തെറ്റിക്കും. ഈ അടുത്ത കാലത്തായിട്ട് പലരും എന്നെ ഫോണിൽ വിളിച്ച് പ്രാർത്ഥിക്കണം അച്ഛനൊന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് പലരും അന്വേഷിച്ചു. കാരണം എന്താ? ഭയത്തിൻ്റെ നിഴലിലാണ്. ഒരു മനുഷ്യൻ 70 വയസ്സ് കഴിഞ്ഞു, അദ്ദേഹത്തിന് ഉറക്കമില്ല. മക്കൾ ചേർന്ന് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. എന്താ കാരണം? ഞാൻ അന്വേഷിച്ചു. അച്ഛാ, ഉറക്കമില്ല, ഓരോ ചിന്തകളിങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കും. കുറച്ച് നേരം ഒരു മോൻ്റെ വീട്ടിലിരിക്കും, അത് കഴിയുമ്പോൾ അടുത്ത മോൻ്റെ വീട്ടിലേക്ക് പോകും. എന്നാൽ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച് നല്ല ജീവിത അനുഭവങ്ങളുള്ള എല്ലാ തലങ്ങളിലും ഐശ്വര്യമായി സന്തോഷവാനായി ജീവിക്കേണ്ട മനുഷ്യൻ, പക്ഷേ അദ്ദേഹത്തിന് വല്ലാത്ത ഒരു ഉത്കണ്ഠ, ഒരു ആകുലത അദ്ദേഹത്തെ പിടികൂടിയിരിക്കുന്നു. ഉറക്കം നഷ്ടപ്പെട്ടു, ശരീരത്തിന് ക്ഷീണമായി, ഒന്നും ചെയ്യാനൊരു ഉത്സാഹമില്ല. അതായത് ഭയപ്പെടലിൻ്റെയും ദുഃഖത്തിൻ്റെയും വിചാരപ്പെടലിൻ്റെയും അനന്തരഫലമായി വന്നു ചേരുന്നത് ശാരീരിക ക്ഷീണവും തളർച്ചയും പ്രയാസങ്ങളുമൊക്കെയാണ്. നോക്കൂ, അങ്ങനെ ആയിരിക്കരുത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ശുദ്ധമുള്ള മത്തായിയുടെ രക്ഷാസുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് പഠിപ്പിക്കുന്നു, നീ ആകുലപ്പെട്ടതുകൊണ്ട് എന്ത് പ്രയോജനം? കർത്താവ് വ്യക്തമായി ചോദിക്കുകയാണ്. തൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ പഠിപ്പിക്കലുകളാണ് അവിടെ നമ്മൾ കാണുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെക്കുറിച്ചോ, എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. അത്യാവശ്യം എങ്ങനെയാണ് ജീവിക്കേണ്ടത്? സ്നേഹമുള്ളവരെ, നമുക്കറിയാം, ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ട് കിട്ടിയതല്ല എനിക്ക് ഈ ജീവിതം. ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ട് ദൈവം എനിക്ക് തന്നതല്ല എൻ്റെ ഈ രൂപവും ആകൃതിയും എൻ്റെ ചിന്തയും ബുദ്ധിയും ശേഷിയുമൊക്കെ ദൈവത്തിൻ്റെ ദാനം മാത്രം. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കാനുള്ള ബാധ്യത എനിക്കില്ലേ? അതെ, ഞാൻ ദുഃഖിച്ചും വിചാരപ്പെട്ടും ഇരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല. അതെന്നെ നാശത്തിലേക്ക്, അധപ്പതനത്തിലേക്ക്, താഴ്ചയിലേക്ക്, രോഗത്തിലേക്ക്, കെടുതിയിലേക്ക് മാത്രമേ നയിക്കൂ. ദുഃഖിച്ചും വിചാരപ്പെട്ടും ഇരുന്നിട്ട് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ളതിനുള്ള കാരണങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഒന്നാമത്തേത്, നീ ആവശ്യപ്പെട്ട് കിട്ടിയതല്ല നിൻ്റെ ജീവിതം. അതുകൊണ്ടാണ് തമ്പുരാൻ പഠിപ്പിക്കുന്നത്, നീ എന്തിന് ആകുലപ്പെടണം, ഉത്കണ്ഠപ്പെടണം? എന്ത് തിന്നും,
എന്ത് കുടിക്കുമെന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന് വസ്ത്രത്തെക്കുറിച്ചോ നീ ആകുലപ്പെടേണ്ടതില്ല. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? കർത്താവ് കൽപ്പിക്കുകയാണ്. അതുകൊണ്ട് ആ കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി നമുക്കായിത്തീരാം. ദൈവം സ്നേഹവാനാണ്, സ്വർഗീയനായ കർത്താവാണ്. ആ കർത്താവിൻ്റെ വാക്കിനെ നമുക്ക് വിശ്വസിക്കാം. ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും എല്ലാ വിശദാംശങ്ങളിലും ഈ കർത്താവിനെ നമുക്ക് വിശ്വസിക്കാം. കർത്താവ് കൽപ്പിച്ചു, നീ ഉത്കണ്ഠപ്പെടേണ്ട. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിൻ്റെ തികവിൽ നമ്മോട് പറയുകയാണ്, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം സമൃദ്ധമായി നൽകും. നോക്കൂ, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്കാവശ്യമുള്ളതെല്ലാം സമൃദ്ധമായി നൽകും, ഒരു കുറവുമില്ലാതെ. നോക്കൂ, ആ ദൈവം വിശ്വസ്തനാണ്. ആ ദൈവത്തിൽ നമ്മൾ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ നമ്മുടെ ആകുലതകളും വിചാരപ്പല്ലുകളും ദുഃഖങ്ങളുമൊക്കെ നമ്മിൽ നിന്ന് അകന്നു പോകും. നമുക്കറിയാം, ഒരു കുഞ്ഞ് ഒരു പ്രയാസത്തിലായിരിക്കുമ്പോൾ അതിൻ്റെ അമ്മയോ അപ്പനോ അടുത്ത് ചെല്ലുമ്പോൾ അതിന് വലിയ ആശ്വാസമാണ്. ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാനാണ് അമ്മയോ അപ്പനോ എത്തിയിട്ടുള്ളതെന്ന് ഒരു ബോധ്യമാവുകയാണ്. അതെ, ആ അനുഭവമാണ് നമുക്കുണ്ടാകേണ്ടത്. ജീവനുള്ള ദൈവം കർത്താവായ യേശു ക്രിസ്തു എന്നെയും നിങ്ങളെയും രക്ഷിക്കാൻ പര്യാപ്തനാണ്, മതിയായവനാണ്. അവൻ നമ്മെ രക്ഷിക്കുക തന്നെ ചെയ്യും. ആ ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ ഉത്കണ്ഠകളും വിചാരപ്പെടലുകളും ഒക്കെ നമ്മിൽ നിന്ന് അകന്നു പോകും. രണ്ടാമത്തെ കാര്യം, വിചാരപ്പെടരുത്, ദുഃഖിച്ചിരിക്കരുത്, വിലപിച്ചിരിക്കരുത്, ആകുല ചിന്തയ്ക്ക് അധീനരായിത്തീരുമെന്ന് പറയുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം ഇതാണ്, ഭാവിയെക്കുറിച്ചുള്ള വിചാരപ്പെടൽ. നമുക്ക് സാധാരണയാണ് ഉണ്ടായേക്കാം. അത് കഴിവിൻ്റെ അപ്പുറത്തായാൽ, പരിധിക്കപ്പുറമായാൽ, അത് പരിധി കഴിഞ്ഞാൽ അത് നമ്മുടെ ഇന്നത്തെ ശക്തിയെ ഇല്ലാതാക്കും. ദാറ്റ് ഈസ് നമ്മുടെ പ്രസൻറ്റ് റൈറ്റ് നൗ എന്നുള്ള ഈ സന്ദർഭത്തിൻ്റെ ആ ശേഷിയെ നമ്മിൽ നിന്ന് ഇല്ലാതാക്കും. നമുക്കറിയാം, നിങ്ങളിൽ പലർക്കും ജീവിതാനുഭവങ്ങളുണ്ടായി കാണും. ഒരുപക്ഷെ ഒരാളൊരു പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രതിവിധികൾ നിശ്ചയിക്കാൻ, ഉപദേശങ്ങൾ കൊടുക്കാൻ, മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ നിങ്ങൾക്കൊരു പക്ഷേ സാധിച്ചേക്കാം. പക്ഷേ നിങ്ങളൊരു പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ അങ്ങനൊരു ചിന്താഗതിക്കോ അങ്ങനൊരു പദ്ധതിക്കോ നിങ്ങൾക്ക് യാതൊരു ശേഷിയും കാണുകയില്ല. ഇത് സർവ്വസാധാരണമാണ്, എല്ലാ മനുഷ്യൻ്റെ സ്വഭാവമാണ്. അതിൻ്റെ കാരണം ഇതാണ്, ദുഃഖിച്ചും വിചാരപ്പെട്ടും ഉത്കണ്ഠാകുലരായും ഇരിക്കുമ്പോൾ നമ്മുടെ റൈറ്റ് നൗ, ഇപ്പോഴത്തെ ഈ പ്രസൻറ്റ്, ഈ സമയത്ത് ഇന്നിൻ്റെ ശക്തി തന്നെ ക്ഷയിച്ചു പോവുകയാണ്. നോക്കൂ, വിചാരപ്പെട്ടിരിക്കുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പോലും മനുഷ്യർക്ക് പറ്റുകയില്ല. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഇതാണ്, ദുഃഖത്തിൻ്റെ വേദനയുടെ പിടിയിലാകുമ്പോൾ നമ്മുടെ ശേഷി ചോർന്നു പോവുകയാണ്. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്, ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. ആ വചനം ഇങ്ങനെയാണ്, ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? കർത്താവ് ചോദിക്കുകയാണ്. മറിച്ച് നിങ്ങൾക്ക് അധപ്പതനവും നാശവുമാണ് വന്നു ചേരുന്നത്. ഉത്കണ്ഠ മൂലം നിങ്ങളുടെ ആയുസ്സിൻ്റെ ദൈർഘ്യത്തെ 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? കർത്താവായ യേശു മിശിഹ പറയുകയാണ്, നിൻ്റെ പ്രസൻറ്റ് ശക്തി ഉത്കണ്ഠപ്പെടുമ്പോൾ നിൻ്റെ ശക്തി നിന്നിൽ നിന്ന് ചോർന്നു പോകും, നിനക്ക് നിലനിൽക്കാൻ കഴിയുകയില്ല. ഉത്കണ്ഠപ്പെടരുത് എന്നാണ് കർത്താവ് അവിടെ പഠിപ്പിക്കുന്നത്. റോമാലേഖനം 9-ാം അധ്യായം 16-ാമത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുകയാണ്, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അതെ, നമ്മൾ വിചാരപ്പെട്ടും ഉത്കണ്ഠപ്പെട്ടുമൊക്കെ ആയിത്തീർന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. മറിച്ച് ദൈവത്തിൻ്റെ ദയയിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ, സാമീപ്യത്തിൽ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായും
അനുഗ്രഹത്തിനായി വരും, ജീവിതത്തിൻ്റെ നേട്ടത്തിനായി വരും. മൂന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. വിചാരപ്പെടൽ കൊണ്ട്, ഉത്കണ്ഠപ്പെടൽ കൊണ്ട് ഉപകാരത്തെക്കാളധികം ഉപദ്രവമാണ് നമുക്ക് ചേരുന്നത്. ഒരു മനുഷ്യൻ വല്ലാത്ത ടെൻഷനിലായാൽ, ആദി പിടിച്ചിരുന്നാൽ, ഉത്കണ്ഠപ്പെട്ടിരുന്നാൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടാകും. ശരീരത്തിന് വേദന വരും, ദുഃഖം വരും, കോപം വരും, നിരാശ വരും, ഏകാന്തത അനുഭവപ്പെടും. ഒരു ഡിപ്രഷനിലേക്ക്, ഒരു വിഷാദത്തിലേക്ക് ആ വ്യക്തി നീങ്ങിയേക്കാം. മനഃശാസ്ത്രം പഠിപ്പിക്കുന്നു, ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സ് വസിക്കുകയുള്ളൂ. ആരോഗ്യമുള്ള മനസ്സുള്ളവനെ ആരോഗ്യമുള്ള ശരീരം കീപ്പ് ചെയ്യാൻ കഴിയൂ. അഥവാ ശരീരവും മനസ്സും പരസ്പര ബന്ധിതമാണ്. മനസ്സിന് അസ്വസ്ഥതയുണ്ടെങ്കിൽ തീർച്ചയായും ശരീരത്തിൻ്റെ വേദനകളിലേക്ക്, ശരീരത്തിൻ്റെ ബലക്ഷയത്തിലേക്ക് അത് കാരണമാക്കി തീർക്കും. നോക്കൂ, അതുകൊണ്ട് വിചാരപ്പെട്ടിരുന്നിട്ട്, ഉത്കണ്ഠപ്പെട്ടിരുന്നിട്ട് അകാരണമായ ഭയമാണ് പലതിൻ്റെയും അടിസ്ഥാനം. വാസ്തവത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ടോ ഇല്ലേ? എൻ്റെ അടുത്ത് വന്ന് ആ മനുഷ്യൻ പറയുകയാണ്, അച്ഛാ, ഞങ്ങളുടെ നാട്ടിലൊരുത്തൻ ഈ വലിയ മഹാമാരി കൊറോണ എന്നുള്ള രോഗം ബാധിച്ച് മരിച്ച് അവനെ ആ സെമിത്തേരിയിൽ വല്ലാത്തൊരു നിലയിൽ സംസ്കരിക്കേണ്ടതായിട്ട് വന്നു. പേടി തോന്നുന്നു. അതാണ് ആ മനുഷ്യൻ്റെ ഉറക്കം പോകാനുള്ള കാരണം. ഒരു ദിവസം ഒന്ന് പനിച്ചു, പിന്നെ വല്ലാത്താദ്യ, അയ്യോ എനിക്ക് രോഗമാണോ, എനിക്ക് പ്രയാസമാണോ, എന്താണ് എൻ്റെ അവസ്ഥ, ഞാൻ എങ്ങനെയായിരിക്കും എൻ്റെ അന്ത്യം? ഇതൊക്കെയാണ് അനാവശ്യമായ, അകാരണമായ കുറേ ഭയങ്ങൾ മനുഷ്യനെ വേട്ടയാടുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മെ തന്നെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്, കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: വസ്ത്രത്തെപ്പറ്റി നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നുമില്ല. പക്ഷേ അനേകർക്ക് ആകർഷണമായിട്ട്, അനേകരെ തന്നിലേക്ക് ആകർഷിച്ച് സൗരഭ്യമേകി സന്തോഷം പകർന്ന് ആ ലില്ലിപ്പൂക്കൾ വിടർന്ന് പരിലസിക്കുന്നു. അതെ, അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ദാനമാണത്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുത്തൻ അതുപോലെ ആയിത്തീരും. അതാണ് കർത്താവ് പറയുന്ന വചനം. ഇനിയും തീർന്നില്ല. നമ്മൾ മറ്റുള്ളവർക്ക് സുന്ദരമായ, ഇഷ്ടമുള്ള ആകാരങ്ങളായി, രൂപങ്ങളായി, മനുഷ്യ ഇടപെടലുകളായി മാറാൻ നമുക്ക് ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടത്, ദൈവത്തിൻ്റെ പരിപാലനയിലാണ് ആശ്രയിക്കേണ്ടതെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. 4-മതായിട്ട്, തന്നിൽ ആശ്രയിക്കുന്നവരെ ദൈവം തള്ളിക്കളയുകയില്ല. അതിൻ്റെ വചനം ഇതാണ്, 6-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം: ഇന്നുള്ളതും നാളെ അടുപ്പിൽ എറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം സർവശക്തനായ ദൈവം തൻ്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. അതുകൊണ്ടാണ് കർത്താവായ യേശു മിശിഹ തൻ്റെ ജീവനുള്ള തിരുവായ് കൊണ്ട് അരുളി ചെയ്തത്. ശുദ്ധമുള്ള യോഹന്നാന്റെ രക്ഷാസുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം, കർത്താവ് കൽപ്പിച്ചു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, നിങ്ങളുടെ അടുക്കലേക്ക് വരും, നിങ്ങളെ രക്ഷിക്കും, നിങ്ങൾ എൻ്റേതാണ്. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദാനം. ഇന്നും ജീവിക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ എന്തുമാകട്ടെ, കർത്താവ് യേശു മിശിഹ കൽപ്പിക്കുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. തീർന്നില്ല. ശുദ്ധമുള്ള യോഹന്നാന്റെ രക്ഷാസുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. നിൻ്റെ പ്രയാസത്തിൽ നിന്ന്, നിൻ്റെ വിചാരപ്പെടലിൽ നിന്ന്, നിൻ്റെ ഉത്കണ്ഠയിൽ നിന്ന്, ആധിയിൽ നിന്ന് രക്ഷ നേടാൻ കർത്താവായ യേശു മിശിഹായെ പ്രതി ആഗ്രഹിക്കുക. അവൻ നിന്നെ പൂർണ്ണമായി സമൃദ്ധമായി അനുഗ്രഹിക്കും. 5-ാമത്തെ കാര്യം ഇതാണ്: മനുഷ്യന് എത്രയൊക്കെ, എൻ്റെ അച്ഛൻ എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും തീർന്നു പോകുന്നില്ലല്ലോ. അതെ, ക്രിസ്തീയ ജീവിതം കഷ്ടതകളോ പ്രയാസങ്ങളോ ഇല്ലാത്ത, എപ്പോഴും സുഖാനുഭവത്തിൻ്റെ മാത്രം ഒരു
ജീവിതം എങ്ങും വാഗ്ദാനം ചെയ്തിട്ടില്ല. കർത്താവായ യേശു മിശിഹ പോലും തൻ്റെ പ്രിയപ്പെട്ട സ്ലീഹന്മാർ പോലും കഷ്ടതകളിലൂടെയും പ്രയാസങ്ങളിലൂടെയുമാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതെ, ദൈവം ചില പ്രത്യേക ജീവിത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കണമെന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതെ, ചില യാഥാർത്ഥ വെല്ലുവിളികളെ നീ അഭിമുഖീകരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഉത്കണ്ഠ, ആകുലത, വിചാരപ്പെടൽ അവ അതിൽ നിന്ന് നിന്നെ അകറ്റുകയാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ദൈവത്തിൽ നിന്ന് ശക്തിയാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത്. ആകുലപ്പെട്ടിരിക്കുമ്പോൾ ആ ദൈവത്തിലുള്ള ശക്തി നമ്മിലേക്ക് എത്താതെ പോവുകയാണ്. അതുകൊണ്ടാണ് ശുദ്ധമുള്ള മത്തായിയുടെ രക്ഷാസുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം നമ്മോട് പറയുന്നത്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്കായി നൽകപ്പെടും. ദാവീദ് സങ്കീർത്തനം 105-ന്റെ 4-ാമത്തെ വാക്യത്തിൽ കർത്താവിനെയും അവിടുത്തെ ബലത്തെയും നിങ്ങൾ അന്വേഷിക്കുകയും നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുകയും. അതെ, നിനക്കാവശ്യം നിൻ്റെ ഉത്കണ്ഠ മാറാൻ, നിൻ്റെ ഭയപ്പാട് മാറാൻ, നിൻ്റെ കുടുംബം സമാധാനത്തിലും സന്തോഷത്തിലും സ്വസ്ഥതയിലുമായി തീരാൻ ചില പ്രയാസങ്ങളെ നീ അഭിമുഖീകരിക്കുന്നെങ്കിൽ അതിൽ നിന്ന് നിനക്ക് വിജയം നേടാൻ, അതിനെ അതിജീവിക്കാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ നീ അന്വേഷിക്കുക. കർത്താവിൻ്റെ ബലത്തെയും അവൻ്റെ സാന്നിധ്യത്തെയും നീ അന്വേഷിക്കുക. അപ്പോൾ തീർച്ചയായും അതവിടെ പൂർണ്ണമായി സാധ്യമാക്കിത്തരും സർവശക്തനായ ദൈവം. ആകുലപ്പെട്ടും വിചാരപ്പെട്ടും ഇരിക്കരുത് എന്നുള്ളതിനുള്ള 6-ാമത്തെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതാത് ദിവസത്തെ ഉത്തരവാദിത്തങ്ങളെ നിർവഹിക്കാതെ വരുമ്പോഴാണ് നമുക്ക് ഉത്കണ്ഠയും പ്രയാസങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് കർത്താവ് അവിടെ തന്നെ 34-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നാളെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട, ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. സാധാരണ മനഃശാസ്ത്രത്തിൽ ഹൗ ടു മാനേജ് സ്ട്രെസ് എന്നുള്ളതിനെക്കുറിച്ച്, അല്ലെങ്കിൽ സ്ട്രെസ് മാനേജ്മെൻറ്റിൻ്റെ ടെക്നിക്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു പ്രധാന കാര്യമാണ് സ്റ്റേ ഇൻ പ്രസൻറ്റ്. ഇപ്പോഴത്തെ പരിതസ്ഥിതിയിൽ നീ ആയിരിക്കുക, അതിൽ നീ സന്തോഷിക്കുക. സ്റ്റേ ഇൻ പ്രസൻറ്റ്. വരാനിരിക്കുന്നതിനെക്കുറിച്ച് നീ കൂടുതൽ ആകുലപ്പെടേണ്ട, നീ ചിന്തിക്കണ്ട. റൈറ്റ് നൗ, ഇപ്പോൾ ഈ സമയത്ത് എന്തായിരിക്കുന്നോ അതിൽ നീ സന്തോഷം അനുഭവിക്കുക. അയ്യോ ഇനി എന്താകും എന്നുള്ളതിനെക്കുറിച്ചല്ല നീ ചിന്തിക്കുന്നത്. റൈറ്റ് നൗ, ഇപ്പോൾ നിനക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കുക. അതാണ് സ്റ്റേ ഇൻ പ്രസൻറ്റ്. ഫോക്കസ് ഓൺ ദ പ്രസൻറ്റ്. തമ്പുരാൻ അത് പണ്ടേ പഠിപ്പിച്ചതാണ്. തമ്പുരാൻ പഠിപ്പിച്ചു, ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. നോക്കൂ, ഇനി ദുഃഖിച്ചും വിചാരപ്പെട്ടും ഉത്കണ്ഠപ്പെട്ടും ഇരിക്കരുതെന്ന് പറയുന്നതിൻ്റെ 7-ാമത്തെ കാര്യം പറയാം. ആ വചനം ഇങ്ങനെയാണ്. ശുദ്ധമുള്ള മത്തായിയുടെ രക്ഷാസുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. മനുഷ്യൻ്റെ തെറ്റായ ചില ബോധ്യങ്ങളാണ്, തെറ്റായ ചില ചിന്തകളാണ് ഈ വിചാരപ്പെടലിനും ഉത്കണ്ഠയ്ക്കുമൊക്കെ അടിസ്ഥാനമാകുന്നത്. കർത്താവ് പഠിപ്പിക്കുന്നു, തിരുവചനത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചും അറിയാത്തത് കൊണ്ടല്ലേ മനുഷ്യർക്ക് തെറ്റുപറ്റുന്നത്. അതെ, ദൈവത്തിലുള്ള വിശ്വാസക്കുറവും ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള ബോധ്യമില്ലായ്മയാണ് നീ ഉത്കണ്ഠപ്പെട്ടും ആകുലപ്പെട്ടുമായിരിക്കാനിടയാകുന്നത്. അതുകൊണ്ട് നിനക്ക് യാതൊരു പ്രയോജനവുമില്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ശുദ്ധമുള്ള മത്തായിയുടെ രക്ഷാസുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ ഉടനീളം നോക്കുമ്പോൾ അവിടെ തന്നെ 3-4 സ്ഥലത്ത് വ്യക്തമായിട്ട് കർത്താവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നീ ദാനധർമ്മം ചെയ്യുമ്പോൾ അതെങ്ങനെ ചെയ്യണം? ദാനധർമ്മത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോഴും പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോഴും ഉപവാസത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോഴൊക്കെ കർത്താവ് പറയുകയാണ്, രഹസ്യങ്ങൾ അറിയുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. തീർന്നില്ല. 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, രഹസ്യമായി നിൻ്റെ പിതാവിനോട് നീ പ്രാർത്ഥിക്കുക, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അതിൻ്റെ 8-ാമത്തെ വാക്യം, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം പിതാവ് അറിയുന്നു. അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ
ദൈവപരിപാലനയിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞ 6-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്നു, വിജാതീയരാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്, നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. ദൈവം നിൻ്റെ ആവശ്യങ്ങളെ അറിയുന്നു. നീ ഉത്കണ്ഠപ്പെടേണ്ടതില്ല, നീ പ്രയാസപ്പെടേണ്ടതില്ല. രഹസ്യങ്ങൾ അറിയുന്ന നിൻ്റെ പിതാവ് നിനക്ക് ആവശ്യമുള്ളതെല്ലാം തരാൻ സമർത്ഥമാണ്, ഒരുക്കമാണ്. എൻ്റെ ദൈവം, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സമൃദ്ധമായി നൽകും. അതെ, അനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്ക് ആ വചനത്തിൻ്റെ ശക്തിയിലായിരിക്കാം. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ കർത്താവായ യേശു മിശിഹ, യേശുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവനാൽ അധികമായി കോപത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും രക്ഷിക്കപ്പെടും. ഏത് പ്രതിസന്ധിയുമാകട്ടെ നിൻ്റേത്, ശത്രുക്കളിൽ നിന്നുള്ള ഭീഷണിയാകട്ടെ, രോഗത്തിൻ്റെ ഭീഷണിയാകട്ടെ, സാമ്പത്തിക ഞെരുക്കമാകട്ടെ, മക്കളുടെ അസ്വസ്ഥതകളാകട്ടെ, കുടുംബത്തിലുണ്ടാകുന്ന ശിഥിലമായ പ്രയാസങ്ങളാകട്ടെ, എന്തായിരുന്നാലും കർത്താവായ യേശു ക്രിസ്തു നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്, നിന്നെ വീണ്ടെടുക്കുന്ന ദൈവമാണ്, നിന്നെ ചേർത്ത് പിടിക്കുന്ന, നിന്നെ സംരക്ഷിക്കുന്ന ദൈവമാണ് കർത്താവായ യേശു മിശിഹ. ആ യേശു മിശിഹ എന്നുള്ള നാമത്തിൻ്റെ മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് താഴെ പാതാളത്തിലുമുള്ള സകലരും മുട്ടുമടക്കുന്ന നാമമാണ് കർത്താവായ യേശു മിശിഹായുടെ നാമം. ആ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൻ്റെ ശക്തിയാൽ ഈ ശുശ്രൂഷയിൽ ആയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും എല്ലാ ദുഷ്ടശക്തികളും അകന്നു പോകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സത്യമുള്ള ഏകദൈവത്തിൻ്റെ തിരുനാമത്തിൽ പൗരോഹിത്യ അധികാരത്താൽ നിങ്ങളിലായിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിക്കുന്നു. നിർവീര്യമായി തീരട്ടെ, സ്വസ്ഥത വരട്ടെ, നിങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ, ആകുലതയും ഭയപ്പാടുകളും നിങ്ങളിൽ അകന്നു പോകട്ടെ. പരിശുദ്ധ അമ്മ കുരിശിൻ്റെ ചോടയിരുന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാം. സ്നേഹമുള്ളവരെ, ഇതുവരെ ഈ കാലഘട്ടത്തിൽ നമ്മൾ അറിയുന്ന പലരും നമ്മിൽ നിന്ന് നീക്കപ്പെട്ടു. പലരും രോഗത്തിനും കെടുതിക്കും അടിമയായി തീർന്നു, വിധേയപ്പെട്ടു പോയി. ദൈവം കരുണ ചെയ്ത് നമ്മളെ ജീവിപ്പിച്ചല്ലോ. ആ ദൈവത്തിന് നമുക്ക് സ്തുതി കരയറ്റാം. തൻ്റെ പരിശുദ്ധ അമ്മയോടുകൂടെ, വിശുദ്ധരോടുകൂടെ, മാലാഖമാരോടുകൂടെ നമുക്ക് ആ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. അവരുടെ മധ്യസ്ഥയിൽ നമുക്ക് അഭയപ്പെടാം. സർവശക്തനായ ദൈവം ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി ബത്ലഹേമിൽ ജനിച്ച് കഷ്ടമനുഭവിച്ച് കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് മരണത്തെ ജയിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ആ ജീവനുള്ള യേശു മിശിഹായുടെ വലിയ ശക്തി മുഖാന്തരം നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് നൽകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. Asmo